റോഷിപാലിന്റെ വിവരങ്ങളുമായി ഇപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടി സഭയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. റോഷിപാൽ, സഭയിൽ പ്രതിപക്ഷം ഉന്നയിച്ച വിഷയമാണ് എരഞ്ഞോളിയിലെ ബോംബ് സ്ഫോടനത്തിൽ വയോധികൻ മരിച്ചത്. അതിന്മേൽ മുഖ്യമന്ത്രിയുടെ മറുപടി ബോംബ് നിർമ്മാണം തുടങ്ങിയത് ആര് എന്നതടക്കം ഉള്ള കാര്യങ്ങൾ കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രതികരണം മുഖ്യമന്ത്രിയിൽ നിന്ന് വന്നു. പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ഞങ്ങൾ സഭ ബഹിഷ്കരിക്കുകയാണ് എന്ന നിലപാട് അറിയിച്ചിരിക്കുകയാണ്. എന്താണ് ഇപ്പോൾ സഭയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അടിയന്തര പ്രമേയമായി കണ്ണൂരിലെ ബോംബ് രാഷ്ട്രീയമാണ് പ്രതിപക്ഷത്തിൽ എത്തിച്ചത്. കഴിഞ്ഞ ദിവസം തലശ്ശേരി എരഞ്ഞോളിയിൽ ആ ബോംബ് സ്ഫോടനത്തിൽ വയോധികൻ മരിച്ച സംഭവം ചൂണ്ടിക്കാട്ടിയായിരുന്നു സണ്ണി ജോസഫ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. പാനൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിൽ ബോംബ് നിർമ്മാണത്തിനിടെ ഒരാൾ മരിച്ച സംഭവം അടക്കം CPM പ്രവർത്തകന്മാർ ചെയ്യുന്നതടക്കം വിമർശനമായി പ്രതിപക്ഷം സണ്ണി ജോസഫ് ഉന്നയിച്ചു. പക്ഷേ അതിനിടയിൽ തന്നെ പഴയ ബോംബ് സ്ഫോടനത്തിൽ മരിച്ചവരുടെ പേര് വിവരങ്ങളും പി ജയരാജന്റെ മകന് ബോംബ് സ്ഫോടനത്തിൽ പരിക്കേറ്റതടക്കം സണ്ണി ജോസഫ് ചൂണ്ടിക്കാട്ടിയ ഘട്ടത്തിൽ സ്പീക്കർ ഇടപെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ചരിത്രം പറയാനല്ല അടിയന്തര പ്രമേയം, ചരിത്രമല്ല പറയേണ്ടത് എന്ന് ചൂണ്ടിക്കാണിച്ചു സ്പീക്കർ. ഇടയിൽ തന്നെ മുഖ്യമന്ത്രി കണ്ണൂരിൽ ബോംബ് നിർമ്മാണത്തിന്റെ തുടക്കം എന്തായിരുന്നു എന്ന ചരിത്രം പറഞ്ഞുകൊണ്ടാണ് സംസാരിച്ചു തുടങ്ങിയത്. അത് കോൺഗ്രസ്സാണ് തുടക്കമിട്ടത് എന്ന രീതിയിലുള്ള പരാമർശങ്ങൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഇപ്പോൾ കണ്ണൂരിൽ ബോംബ് നിർമ്മിക്കേണ്ട ഒരു സാഹചര്യമില്ല. ബോംബ് നിർമ്മാണത്തിനെതിരെ ശക്തമായ നടപടി പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. സർക്കാർ ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത സമീപനം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. പാനൂരിൽ ബോംബ് സ്ഫോടനം ഉണ്ടായപ്പോൾ അവിടെ കർശനമായ നടപടി സ്വീകരിച്ചു. ഒപ്പം കണ്ണൂരിലെ ബോംബ് നിർമ്മാണവും ബോംബ് സ്ഫോടനത്തിനും രാഷ്ട്രീയ നിറം നൽകേണ്ടതില്ല. ആ കാലഘട്ടം മാറി എന്ന് എറണാകുളത്ത് പള്ളിയിൽ ക്രൈസ്തവ ദേവാലയത്തിലുണ്ടായ സ്ഫോടനം, പ്രാർത്ഥനയ്ക്കിടയിലുണ്ടായ സ്ഫോടനം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിൽ അത്തരം സംഭവങ്ങൾ ഉണ്ടാകും. അങ്ങനെയുള്ള സ്ഫോടനങ്ങളും ബോംബ് നിർമ്മാണവും ഒക്കെ രാഷ്ട്രീയം കലർത്തരുത് എന്ന ഒരു നിർദ്ദേശം മുഖ്യമന്ത്രി മുന്നോട്ട് വെക്കുകയുണ്ടായി. സർക്കാർ ബോംബ് നിർമ്മാണത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രതിപക്ഷം ഇറങ്ങിപ്പോക്ക് നടത്തിയിരിക്കുന്നത്.